പോസ്റ്റ് ഓഫീസിലെ ചിട്ടി ഏജന്റ് പിരിച്ച തുക കൃത്യമായി ഓഫീസിൽ അടയ്ക്കാതെ വഞ്ചിച്ചതിനെ തുടർന്ന് നിരവധി പേർക്ക് പണം നഷ്ടമായതായി പരാതി. ഈരാട്ടിവേട്ട അരുവിത്തുറ പോസ്റ്റ് ഓഫീസിൽ ചിട്ടി ചേർന്നവർക്കാണ് പണം നഷ്ടമായത്. കഴിഞ്ഞ ദിവസം ചിട്ടി ഏജന്റായ തങ്കമണി മരിച്ചതിനെ തുടർന്ന് ചിട്ടി ചേർന്നവർ പോസ്റ്റ് ഓഫീസിലെത്തി അന്വേഷിച്ചതോടെയാണ് പിരിച്ച ചിട്ടിത്തുക കൃത്യമായി അടച്ചിട്ടില്ലെന്ന് ബോധ്യമായത്. ലക്ഷക്കണക്കിന് രൂപ ഇത്തരത്തിൽ ഉപഭോക്താക്കൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം. നിരവധി പേർ പരാതികളുമായി പോസ്റ്റ് ഓഫീസിലെത്തിക്കൊണ്ടിരിക്കുകയാണ്. നടക്കൽ, കടുവാമുഴി, തെക്കേക്കര പ്രദേശങ്ങളിൽ നിന്നുള്ള നിരവധി പേർ ഇക്കൂട്ടത്തിലുണ്ട്. പോസ്റ്റ് ഓഫീസിന് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തമില്ലെന്നും ബ്ലോക്ക് ഓഫീസിൽ നിന്നോ ജില്ലാ കളക്ടറേറ്റിൽ നിന്നോ ആണ് ചിട്ടി ഏജന്റിനെ നിയമിക്കുന്നതെന്നും പിരിച്ചുകൊണ്ടുവരുന്ന പണം വാങ്ങി അക്കൗണ്ടിൽ രേഖപ്പെടുത്തുന്ന ഉത്തരവാദിത്തം മാത്രമേ തങ്ങൾക്കുള്ളൂവെന്നുമാണ് പോസ്റ്റ് ഓഫീസ് ജീവനക്കാർ പറയുന്നത്. തങ്ങൾ പരാതികൾ എഴുതി വാങ്ങുന്നുണ്ടെന്നും ബന്ധപ്പെട്ടവർക്ക് കൈമാറുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. 26/3/2021 പോസ്റ്റ് ഓഫീസിൽ ചിട്ടി കൂടിയിട്ടുണ്ടായിരുന്നു. തങ്കമണി എന്ന ആധികാരികർക്കാണ് നമ്മുടെ വീട്ടിൽ പിരിക്കാൻ വന്നുകൊണ്ടിരുന്നത്. 2021 മുതൽ 2026 വരെയുള്ള ഞാൻ ഇറക്കി 1000 രൂപ വെച്ച് പ്രതിമാസം ഇറക്കിക്കൊണ്ടിരുന്ന ബില്ലാണിത്. അവര് എഴുതി തന്നിരിക്കുന്ന ബില്ലാണ് ഇത്. നമ്മൾ 59,000 രൂപ വരെ ഇറക്കിയിട്ടുണ്ട്. 59,000 രൂപ ഇറക്കിയതിൽ നമ്മൾ ചേച്ചി മരണപ്പെട്ടു പോയിട്ടുണ്ട്. മരണപ്പെട്ടു പോയതിന് ശേഷം പോസ്റ്റ് ഓഫീസിൽ വന്ന് അന്വേഷിച്ചപ്പോൾ ബുക്കിനകത്ത് വെറും 1000 രൂപ മാത്രമേ അടച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി 59,000 രൂപ നമ്മുടെ ബുക്കിനകത്തെ കാര്യങ്ങളോ പതിപ്പിച്ചിട്ടില്ല. ഇവിടെ വന്ന് ആദ്യം ചോദിച്ചപ്പോൾ ഉത്തരവാദിത്തങ്ങളോ കാര്യങ്ങളോ ഇല്ലാന്ന് പറഞ്ഞു. തിങ്കളാഴ്ച മെയിൻ ഉദ്യോഗസ്ഥർ വരുമെന്ന് പറഞ്ഞു. മെയിൻ ഉദ്യോഗസ്ഥന് ഇതുവരെ വന്നിട്ടില്ല. താൽക്കാലിക ഉദ്യോഗസ്ഥനായി ഇരിക്കുന്നത്. ഇപ്പോൾ വന്ന് ചോദിച്ചപ്പോൾ നമുക്ക് പരാതി എഴുതി കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ബുക്കിൽ വന്ന് അന്വേഷിച്ചപ്പോൾ വെറും 1000 രൂപ മാത്രമേ ബുക്കിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ യാതൊരു നടപടിയും കാര്യങ്ങളും സ്വീകരിക്കാതിരിക്കുന്നതുകൊണ്ട് നമ്മൾ പരാതി എഴുതി കൊടുക്കുവാണ്. കിട്ടുമോ എന്നുള്ള അറിയത്തില്ല. 15 വർഷമായിട്ട് ചിട്ടി കൂടിക്കൊണ്ടിരിക്കുന്നത്. 15 വർഷവും നമ്മളെ പാസ്ബുക്ക് കാണിച്ചിട്ടില്ല. 2 വർഷം നമുക്ക് 2-5 വർഷം വീതം നമുക്ക് പൈസ തിരിച്ചു തരികയും ചെയ്തിട്ടുണ്ടായിരുന്നു, ചിട്ടി പൈസ. അത് കഴിഞ്ഞ് ഈ ലാസ്റ്റ് 5ാമത്തെ വർഷമാണ് നമുക്ക് ഇതുപോലെ അമളി പറ്റുന്നത്. ചേച്ചി മരണപ്പെട്ടു പോയി എന്ന് അറിഞ്ഞിട്ട് നമ്മൾ പോസ്റ്റ് ഓഫീസിൽ വന്ന് അന്വേഷിച്ചപ്പോൾ ഈ ബുക്കിനകത്ത് മാത്രമേ പതിപ്പിച്ചിട്ടുള്ളൂ, പാസ്ബുക്കിനകത്ത് പതിപ്പിച്ചിട്ടില്ല. ഇങ്ങനെ വിശ്വാസത്തിന്റെ പുറത്ത് പോകാൻ നമ്മുടെ വീട്ടിലൊരു അംഗത്തെ പോലെയായിരുന്നു. എല്ലായിടത്തും അംഗത്തെ പോലെയായിരുന്നു. അതുപോലെ തന്നെ വിശ്വാസം ഒരുപാട് അമിത വിശ്വാസമായിരുന്നു. ഏകദേശം 51 രൂപയോളം അവർ പതിപ്പിച്ച് തന്ന ഇതിൽ 1000 രൂപ വീതം കൊടുത്ത് 51 രൂപയോളം 51,000 രൂപയോളം ഞാൻ ഇറക്കിയിട്ടുണ്ട്. പക്ഷേ ബുക്കിൽ എൻ്റെത് പതിപ്പിച്ചിരിക്കുന്നത് 6,000, ആകെ 6,000 രൂപ മാത്രമാണ് പതിപ്പിച്ചേക്കുന്നത്. എനിക്ക് 45,000 രൂപയോളം എൻ്റെത് നഷ്ടമായിട്ടുണ്ട്. പരാതി ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ മാസം 22-ാം തീയതി തീരണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിയുടെ ബുക്ക് ചോദിക്കുമ്പോൾ ഒന്നും കൊണ്ട് കാണിക്കാമെന്ന് പറയുമായിരുന്നു. പിന്നെ കാണിക്കില്ലായിരുന്നു. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ചേച്ചി മരിച്ചെന്നറിയുന്നത്. എൻ്റെ ബുക്കിൽ 3,600 രൂപ ഉള്ളു. മൊത്തം 36,000 രൂപ കാണണ്ടയാണ്. പിന്നെ വേറെ മക്കളോട് പറഞ്ഞപ്പോൾ അവർ നടപടി എടുക്കാമെന്നാണ് പറയുന്നത്. അവരെ വിളിച്ചിട്ട് ഫോണൊന്നും എടുക്കുന്നില്ല. ബുക്ക് ബ്ലോക്കിൽ നിന്നാണ് കിട്ടിയത്. പിള്ളേർ കൊണ്ടേ കൊടുത്ത് അന്നാണ് ഞങ്ങൾ പോകുന്നത് മേടിക്കാൻ. അന്വേഷിച്ച് ബ്ലോക്കിൽ പോയി ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ബ്ലോക്കിൽ പോയി അന്വേഷിക്കാൻ പറഞ്ഞു. അങ്ങനെ മക്കളെയും കണ്ട ഇവിടെ വെച്ച് 4 കൂടെ തീർന്നാ തീരും. ബാക്കി 2.5 ആ അല്ല 2,500 രൂപ മാസം അടച്ചോണ്ടിരുന്ന. 4 കൂടെ അടച്ചാൽ തീരും. മൊത്തം അപ്പം 1.5 രൂപ കിട്ടണം. 1.40 കിട്ടും. പിന്നെ അതിന്റെ വലിച്ചെന്ന് കാണും. ഒന്നുമില്ല, ബുക്കില്ല, ബുക്ക് ഇല്ല. ബുക്ക് ബ്ലോക്ക് ചെയ്ത് നോക്കി, അവരുടെ വീട്ടിൽ പോയി നോക്കി. ഇത്ര നീളത്തൊരു കാർഡുണ്ട്. വേറെ ഒന്നുമില്ല.